ഇതാണ് രസ. ഈ രസ പറഞ്ഞ സാധനമാണ് ഇതിൽ ഒഴിക്കേണ്ടത്. ഉസ്മിലാൽദു ഇതാണ് ഇതിൽ ഒഴിക്കേണ്ടത്. കണ്ട. പിന്നെ ഇതാണ് കരി എന്ന് പറഞ്ഞ സാധനം. ഇത് നമുക്ക് കുറച്ച് എരിവ് കൂട്ടാനും കുറയ്ക്കാനുള്ള സാധനമാണത്. ഹലോ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ നാസിക്കിലത്തെ രണ്ടാമത്തെ ദിവസമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നത് നാസിക്കിലത്തെ ഏറ്റവും ഫേമസ് ആയ पेरूचीवाड़ी। पेरूचीवाड़ी पेरू बोला तो गावा, इंग्लिश में गावा बोलते हैं। इंग्लिश में गावा, നമ്മൾ മലയാളത്തിൽ പേരക്ക എന്ന് പറയും. അപ്പൊ അതാണ് പേരൂച്ചിവാടി. ഇവിടെ ഒരു ചെറിയ ഹോട്ടലാണ് കേട്ടോ. ഇവിടെ മിസൽ പാവ് മാത്രമേ കിട്ടത്തുള്ളൂ. മിസൽ പാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്രൻ ഡിഷാണ്. അതില് മിക്സറും കുറച്ച് എരിവും പുളിയുള്ള വെള്ളം അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനമാണ്. അത് നമുക്ക് കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അടിപൊളി ഡിഷാണ്. നമ്മൾ മഹാരാഷ്ട്രയിൽ വന്നിട്ട് മിസൽ പാവ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശമുള്ള കാര്യമാണ്. अपन ने मिसल पाव बहुत खाया है ना? बहुत खाया। हम लोग पनवेल में काफी, मुंबई में काफी सारा खाया है। और यहाँ पे अपन फर्स्ट टाइम आए ना? फर्स्ट टाइम आए यहाँ पे। हम लोग ट्राई करने वाले कि इस टाइप का मिसल है यहाँ पे। ഇവിടുത്തെ എങ്ങനത്തെ മിസലാണ്. കാരണം ഇത് ഭയങ്കര ഫേമസ് ആണ്. ഈ പേരൂച്ചിവാടി എന്ന് പറഞ്ഞാൽ നാസിക്കില് ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ വന്ന ഇവിടെ എല്ലാം പേരുവിന്റെ മരമാണ്. ദിഖാ പേരുക്കൊച്ചാട് ദിഖ കണ്ട. ഇതൊക്കെ പേരക്കട മരമാണ്. കണ്ട, ഇതും പേരക്കട മരം. ഇത് മുഴുക്ക ഒരു പേരക്കട അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ നോക്കിയേ, കണ്ട, ഇതൊക്കെ ഒരു പേരക്കട മരമാണ്. അവിടെ ഉദർ ദിഖ ദിഖ ഓ സബ് ദിഖ ഓ, അതൊക്കെ പേരക്കട മരമാണ്. മിസൽ പാവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു വെള്ളം, ഒരു എരിവും പുളിയൊക്കെ ഉള്ള വെള്ളം ഇട്ടിട്ട് അതിൽ മിക്സറും കാര്യങ്ങളും ഇട്ടിട്ട് അതാണ് മിസൽ പാവ്. രസാണ് ബാക്കിയാണ്, രസാണ് ബാക്കിയാണ്. അപ്പൊ രസ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വെള്ളം, ഒരുമാതിരി വെള്ളമാണ് കേട്ടോ. ആ വെള്ളം ഇതിലിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. मिसल तूने खाया है ना बहुत सारे? तो कैसा एक बकेट आता है। हाँ। अभी मैं भी ये फर्स्ट टाइम ट्राई कर रहा हूँ। हाँ। देखते हैं अभी कैसा है। ये क्या है, पहली बार इस टाइप का पापड़, रस्सी, साथ में पेरू दिया जा रहा है, तो एक अलग बात है। यहाँ पे तो फर्स्ट टाइम आया ना? फर्स्ट टाइम आया। अपन पनवेल में जब भी मिसल पाव अगर खाते थे वो अलग ही था, वो अलग ही था। हाँ। इसमें थोड़ा वैरायटी भी है और एम्बियंस भी, एम्बियंസും ഇതിന് നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. ഇത് കണ്ട, ഇത് കാണാം, ഇതാണ് മിക്സർ കേട്ടോ. ഈ മിക്സറിന്റെ മുകളിലാണ് രസ എന്ന് പറഞ്ഞ സാധനം ഒഴിക്കുന്നത്. രസ എന്ന് പറഞ്ഞ ഒരു എന്താണ് പറയാ, ഒരു പുളിവെള്ളം, ഒരു എരിവ് വെള്ളം അങ്ങനത്തെ ഉള്ള സാധനമാണ്. പിന്നെ ഇതാണ് പേരു ലസ്സി. ഇത് പേരക്കട ലസ്സിയാണ്. നമ്മള് മോരിന്റെ ലസ്സിയിൽ കുടിക്കാറ്. ഇതാണ് പേരു ലസ്സി. പിന്നെ ഇതില് കണ്ട പാവ് തന്നിട്ടുണ്ട്. ഇത് ഒരു പ്ലേറ്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഒരു പ്ലേറ്റ് ആണ്. ഇതിങ്ങനെ ഒരു പ്ലേറ്റ് ആണ്. ഇത് രണ്ട് പാവ്, നല്ല വലിയ പാവാണ്. പിന്നെ അതിലൊരു പപ്പടം തന്നിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു തൈര് തന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സ്പൂൺ ഉണ്ട്. ഇനി രസ പറഞ്ഞ സാധനം വരും. രസ പറഞ്ഞ സാധനം തരും. വടപ്പാവ് ഒക്കെ ഇതാണ് രസ. ഈ രസ പറഞ്ഞ സാധനമാണ് ഇതിൽ ഒഴിക്കേണ്ടത്. ഉസ്മിലാൽദു ഇതാണ് ഇതിൽ ഒഴിക്കേണ്ടത്. കണ്ട, പിന്നെ ഇതാണ് കരി എന്ന് പറഞ്ഞ സാധനം. ഇത് നമുക്ക് കുറച്ച് എരിവ് കൂട്ടാനും കുറയ്ക്കാനുള്ള സാധനമാണത്. ഇത് കുറച്ച് എന്താ എരിവും പുളിയും കൂട്ടാനുള്ള സാധനം. ഇസ്മ ദിഖാത്തോടാ, ഇത് കുറച്ച് ഒഴിക്കുക. ഇതൊക്കെ ചെയ്യും. ഒന്ന് കഴിച്ചു നോക്ക്. നമ്മളെപ്പോഴും, ഞാനിപ്പോ നമ്മള് കേരളത്തിലാവുമ്പോ മറ്റേ കേരളത്തിലെ ഡിഷല്ലേ കുറെ കഴിച്ചായിരുന്നു. ഇപ്പൊ മഹാരാഷ്ട്രയിൽ വരുമ്പോൾ നാസിക്കിൽ വന്നു കഴിഞ്ഞാല് കുറച്ച് ഇങ്ങനത്തെ ഡിഷ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കണ്ട, ഇതൊക്കെ കൂട്ടി കുഴക്കുക. ഓണിയൻ മിക്സ് ഇതിൽ കണ്ട കുറച്ച് സവാള തന്നുണ്ട്. നമുക്കിതില് ഈ രസമല്ലേ, ഈ തരി നമുക്ക് വേണച്ച കൂട്ടാം, കുറയ്ക്കൊക്കെ ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത്. ഒന്ന് കഴിച്ചോ, ഉടനെ ടേസ്റ്റ് നോക്കട്ടെ. ഇത് 4 മണി വരെ ഉള്ളൂ. നമ്മൾ വരാൻ ലേറ്റായി പോയി. ഇവിടെ നാസിക്കിൽ നല്ല മഴയാണ്.
അത് കാരണം ഞങ്ങൾക്ക് വരാൻ ലേറ്റ് ആയി പോയി. നല്ല എരിവുണ്ട്, പുളിയുണ്ട്. एक नंबर डिश है, एक बार ट्राई करना चाहिए। मुंबई हो, पुणे हो, नासिक हो, केरला हो, जैसे दिलीप भाई अपना वीडियो बनाते हैं, एक बार ट्राई करना चाहिए। औसम है, स्पाइसी है, इधर का मसाला अलग है, एक बार आपको ट्राई करना चाहिए, जरूर ट्राई करना चाहिए। വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ ബോംബെയിലേക്ക് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന മസാലയല്ല, ഇവിടെ ഒരു മസാലയൊക്കെ വേറെയാണ്. इसमें मसाला अलग अलग रहता है ना, हर जगह अलग है। हाथी मसाला, मिसल मसाला, ऐसे बहुत सारे मसाले होते हैं ना. बराबर। പിന്നെയാണോ ഒരു പേരയ്ക്ക തന്നിട്ടുണ്ട്, പേരുച്ചുവാടി, പേരു എന്ന് പറഞ്ഞ പേരയ്ക്ക. അപ്പൊ ഒരു പേരയ്ക്ക വെച്ചിട്ടാണ് ഈ ഫോർമാറ്റ് ഉണ്ടാക്കിയത്. നമുക്ക് കേൾക്കാനും നല്ല രസം തന്നെയാണ്. അത് കഴിച്ചു നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇതാണ് പേരു ലസ്സി. ഇതൊന്ന് കഴിച്ചു നോക്കാം. अरे दादा एक वाटी क्या छोटी असली वाली, പിന്നെ പപ്പടം वाटी अनेक चम्मच बन गए। പപ്പടം തന്നിട്ടുണ്ട്. പപ്പടം നമുക്ക് കൂട്ടി കഴിച്ചു നോക്കാം. പപ്പടം പൊട്ടിച്ചിട്ട് ഇത് ആക്ച്വലി നല്ലൊരു എരിവുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇതാണ് കേട്ടോ ബജ്ജി. ഇത് കാന്ത ബജ്ജി, സവാള ബജ്ജി, ഇത് പൊട്ടാറ്റോ ബജ്ജി. അപ്പൊ നമുക്ക് ഇത് ഒന്ന് കഴിച്ചു നോക്കാം. ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാലേ, ആദ്യം പാവെടുക്കുക. ഈ മഹാരാഷ്ട്രയിൽ വന്ന ഈ കിഴങ്ങും ഉള്ളിയും ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. गरम है ना, क्रिस्पी एकदम, क्रिस्पी और फ्रेश और गरम भी है. ജിലേബി, ഇത് നല്ല ചൂടുണ്ട്. ജിലേബി खाना आता इतना नहीं खाता। जितेंद्र, जिलेबी सुपर, इसमें गरम भी है और मीठा भी है, मस्त है. लास्ट में आ गया। बंदे ഇത് സവാള വട എല്ലാം നല്ല ചൂടുള്ള സാധനമാണ്. वैरायटी है ना, वैरायटी है। अब नॉर्मल मिसल खाया हम लोगों ने, पर ये एक अलग वैरायटी जिसमें आप लोगों को भज्जी मिला, जिलेबी मिला, लेकिन अपन स्कूल में कॉलेज में सब कितना मिसल खाया, बहुत बहुत। पर यहाँ पे नासिक में आके वैरायटी ट्राई किया आपने, लेकिन कैसा लग रहा तुझे? एक नंबर हो रहा है। അങ്ങനെ ഞങ്ങളിപ്പോ ആ വലിയ മിസൽ थाली ഞങ്ങൾ കഴിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. कैसा तेरे मयूर? एक नंबर डिश। अरे वो पेट भर गया ना अपना पूरा? पेट भर, 2 ही पाव में पेट भर गया, 4 के बराबर पाव था वो। अरे पाव एक्चुअली बहुत बड़ा पाव था उसमें, और मिसल का ग्रेवी और ये सब और कांदा लहसुन ये सब एकदम परफेक्ट था ना. जलेबी तो सुपर था. तू खाया नहीं लगता है? खाया, बाद में खाया ना. जलेबी ഭയങ്കര സൂപ്പർ ആയിരുന്നു. പിന്നെ उसके साथ हम लोग ये भी मिला था ना, पेरू मिला था ना, पेरू मिला था, पेरू പിന്നെ पापड़ मिला था एक अपना, हाँ പാപ്പട്, कांदा दिया था उसमें, काफी सारा मिक्सचर था उसमें. അപ്പൊ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് കഴിച്ചപ്പോ. കാരണം ഞങ്ങൾ മിസൽ പാവ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഇവിടെ വന്ന് കഴിക്കുമ്പോൾ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. കാരണം ഇവിടെ 4 പുറം ആംബിയൻസ് സൂപ്പറാണ്. കാരണം എല്ലാം പേരക്കയുടെ മറവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതുണ്ട പേരുച്ചു വാഴി, പേരക്ക, ഇതാണ് പേരുച്ചു വാഴി പറഞ്ഞ പേരക്ക.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളി വീഡിയോ ആയിരുന്നു, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് വീഡിയോ ആയിരുന്നു. आज का एक्सपीरियंस कैसा था मयूर? एक नंबर एक्सपीरियंस, एक नंबर एक्सपीरियंस है ना. थोड़ा बारिश की वजह से थोड़ा सा मूड ऑफ हो गया, लेकिन ठीक है, पेश की वजह से उसका अच्छा हो गया. ആ ഇവിടെ കുറെ വേറെ കുറെ കാണാനുണ്ട്, പക്ഷെ ഇനിയിപ്പോ നല്ല മഴയാണ്, മഴ കാരണം അങ്ങോട്ടും എങ്ങോട്ടും പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അത് ഇന്നൊരു നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടിൽ ദെൻ ബൈ.